കൗൺസിൽ എന്ന ഹൈ പ്രൊഫൈൽ ടോക്ക് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ടെററിസത്തെക്കുറിച്ചാണ്. ചരിത്ര പുസ്തകങ്ങളിലോ വാർത്താ തലക്കെട്ടുകളിലോ ഒതുങ്ങുന്ന ഒരു വിദൂര സങ്കല്പമല്ല തീവ്രവാദം. നിയമം, ഭരണം, സുരക്ഷ, മനഃശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, സമൂഹത്തിൻ്റെ ധാർമ്മിക ഘടന എന്നിവയെ ബാധിക്കുന്ന വളരെ വേഗം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഭീഷണിയാണിത്. ഭയത്തെ ഒരു ആയുധമായും പ്രത്യയശാസ്ത്രത്തെ ഒരു പരിചയമായും കണ്ടുകൊണ്ട് തീവ്രവാദികൾ മനുഷ്യജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഒരു പ്രവണതയാണിത്. ഇന്ന് ഈ ചർച്ച ഭീകരതയെ അല്ലെങ്കിൽ ടെററിസത്തെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനാണ്. അവബോധമാണ് പ്രതിരോധത്തിലേക്കുള്ള ആദ്യപടി. രാഷ്ട്രീയമോ പ്രത്യയശാസ്ത്രപരമോ മതപരമോ വ്യക്തിപരമോ ആയ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ഭയമെന്ന വികാരത്തെ ഉപയോഗിക്കുകയാണ് ഭീകരവാദികൾ ചെയ്യുന്നത്. ഭീകരതയുടെ യഥാർത്ഥ ലക്ഷ്യം ബോംബോ തോക്കോ മൂലമുണ്ടാകുന്ന നാശം മാത്രമല്ല, മറിച്ച് വളരെക്കാലം ജനങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഭയമാണ്. ആ ഭയമാണ് സമൂഹങ്ങളെ ദുർബലപ്പെടുത്തുന്നതും സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുന്നതും സാമുദായിക ഐക്യം തകർക്കുന്നതും. നിയമപരമായ കാഴ്ചപ്പാടിൽ ഒരു ജനതയെയോ സർക്കാരിനെയോ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിയമവിരുദ്ധമായി വ്യക്തികൾക്കോ സ്വത്തുക്കൾക്കോ നേരെ ആക്രമണം നടത്തുന്നതിന് തീവ്രവാദം എന്ന് നിർവചിക്കാം. വിവിധ അന്താരാഷ്ട്ര കൺവെൻഷനുകളും ദേശീയ നിയമനിർമ്മാണങ്ങളും ഭീകരതയെ വ്യത്യസ്തമായി നിർവചിക്കുന്നുണ്ടെങ്കിലും പൊതുവായ ഘടകങ്ങൾ എല്ലാത്തിലും ഒന്ന് തന്നെയാണ്. തീവ്രവാദം സ്വാഭാവികമായി ഒരു സിസ്റ്റത്തിനോടോ വ്യക്തിയോടോ ഉണ്ടാകാവുന്ന ദേഷ്യമല്ല, മറിച്ച് കൃത്യതയോടെയും ഉദ്ദേശത്തോടെയും കൂടി ചെയ്യുന്ന ഒരു ആസൂത്രിത കുറ്റകൃത്യമാണ്. തീവ്രവാദം ഏതെങ്കിലും മതത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ ദേശീയതയുടെയോ പര്യായമല്ലെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. അക്രമത്തെ ന്യായീകരിക്കാൻ തീവ്രവാദികൾ വിശ്വാസം, രാഷ്ട്രീയം, ചരിത്രം എന്നിവ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും അക്രമത്തിൽ പങ്കില്ലാത്ത നിരപരാധികളെ ഇവർ ലക്ഷ്യമിടുന്നു. ടെററിസം എന്നത് പലതരത്തിലുണ്ട്. സ്വന്തം രാജ്യത്തിനുള്ളിലെ വ്യക്തികളോ ഗ്രൂപ്പുകളോ സ്വന്തം ജനങ്ങൾക്കോ സർക്കാരിനോ എതിരെ നടത്തുന്നതാണ് ആഭ്യന്തര ഭീകരവാദം അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ടെററിസം. രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുള്ള ആസൂത്രണം, നിർവഹണം അല്ലെങ്കിൽ സ്വാധീനം എന്നിവ ഉൾപ്പെടുന്നതാണ് ഇൻ്റർനാഷണൽ ടെററിസം. എതിരാളികളായ രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്താൻ സർക്കാരുകൾ തീവ്രവാദ ഗ്രൂപ്പുകളെ രഹസ്യമായി പിന്തുണയ്ക്കുമ്പോഴാണ് സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദം സംഭവിക്കുന്നത്. മതതീവ്രവാദം അക്രമത്തെ ന്യായീകരിക്കാൻ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യുന്നു. അതേസമയം രാഷ്ട്രീയ തീവ്രവാദം ഭരണമാറ്റമോ പ്രത്യയശാസ്ത്രപരമായ ആധിപത്യമോ തേടുന്നു. ടെററിസത്തിൻ്റെ മറ്റൊരു രൂപമാണ് ലോൺ വുൾഫ് ടെററിസം. അവിടെ പ്രചാരണത്തിലൂടെ തീവ്രവാദികളായ വ്യക്തികൾക്ക് ഒറ്റയ്ക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു. ഓർഗനൈസേഷണൽ നെറ്റ്വർക്കുകളെ ആശ്രയിക്കാത്തതിനാൽ ഈ ആക്രമണങ്ങൾ പ്രവചിക്കാൻ പ്രയാസമാണ്. അതുപോലെ മറ്റൊന്ന് സൈബർ ടെററിസം. അവിടെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതിനോ സേവനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനോ ശാരീരിക അക്രമമില്ലാതെ ഭയം പ്രചരിപ്പിക്കുന്നതിനോ ലക്ഷ്യമിടുന്നു. ഇന്ത്യയിൽ സൈബർ ഭീകരത ദേശീയ സുരക്ഷയ്ക്കും പൊതുസുരക്ഷയ്ക്കും ഗുരുതരമായ ഭീഷണിയായി കണക്കാക്കപ്പെടുന്നു. കമ്പ്യൂട്ടറുകൾ, ഇൻ്റർനെറ്റ് നെറ്റ്വർക്കുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർണായക സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തുക, രാജ്യത്തിൻ്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണിയാകുക എന്നിവയാണ് ഇതിൻ്റെ അർത്ഥം. സാധാരണ സൈബർ കുറ്റകൃത്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളോ പരിഭ്രാന്തിയോ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ സൈബർ ഭീകരത സർക്കാർ ഡാറ്റാബേസുകൾ, പ്രതിരോധ സംവിധാനങ്ങൾ, ബാങ്കിംഗ് നെറ്റ്വർക്കുകൾ,
ആശയവിനിമയ സംവിധാനങ്ങൾ, പവർ ഗ്രിഡുകൾ തുടങ്ങിയ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിടുന്നു. ഇന്ത്യയിലെ സൈബർ ടെററിസം കൈകാര്യം ചെയ്യുന്ന നിയമചട്ടക്കൂട് പ്രധാനമായും 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരമാണ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് 2008 ഭേദഗതിയിലൂടെ അവതരിപ്പിച്ച സെക്ഷൻ 66F ദേശീയ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുന്നതോ ജനങ്ങളുടെ മനസ്സിൽ ഭീകരത സൃഷ്ടിക്കുന്നതോ ആയ അനധികൃത ആക്സസ്, ഹാക്കിംഗ്, ഡാറ്റ മോഷണം, മാൽവെയറിൻ്റെ ആമുഖം അല്ലെങ്കിൽ സേവന നിഷേധ ആക്രമണങ്ങൾ എന്നിവയായി ഈ വകുപ്പ് സൈബർ ഭീകരതയെ നിർവചിക്കുന്നു. ഇന്ത്യയുടെ പ്രതിരോധം സുരക്ഷ അല്ലെങ്കിൽ വിദേശ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട നിയന്ത്രിത വിവരങ്ങളിലേക്കുള്ള ആക്സസ് ഉൾപ്പെടുന്ന പ്രവൃത്തികളും ഇതിൽ ഉൾപ്പെടുന്നു. അത്തരം കുറ്റകൃത്യങ്ങളുടെ ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട് സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷയായി ജീവപര്യന്തം തടവ് നിയമം നിർദ്ദേശിക്കുന്നു. IT നിയമത്തിന് പുറമെ സൈബർ ഭീകരതയ്ക്കെതിരായ നടപടികളെ പിന്തുണയ്ക്കുന്ന മറ്റ് നിയമങ്ങളും നിലവിലുണ്ട്. കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവമനുസരിച്ച് ക്രിമിനൽ ഗൂഢാലോചന, സംസ്ഥാനത്തിനെതിരെ യുദ്ധം ചെയ്യൽ, പൊതുസുരക്ഷയെ അപകടപ്പെടുത്തുന്ന പ്രവൃത്തികൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രയോഗിക്കാവുന്നതാണ്. സൈബർ പ്രവർത്തനങ്ങൾ തീവ്രവാദ സംഘടനകളെയോ നിയമവിരുദ്ധ സംഘടനകളുമായോ ബന്ധപ്പെട്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ 1967 അൺലാഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രയോഗിക്കാവുന്നതാണ്. സൈബർ ഭീകരതയെ ഒരു സാങ്കേതിക കുറ്റകൃത്യമായി മാത്രമല്ല ഒരു ഭീകര പ്രവർത്തനമായും കണക്കാക്കുന്നു എന്ന് ഇത് ഉറപ്പാക്കുന്നു. സൈബർ ഭീകരതയെ ഫലപ്രദമായി നേരിടുന്നതിന് പ്രത്യേക ഏജൻസികൾ നിർണായക പങ്ക് നിർവഹിക്കുന്നു. സൈബർ ക്രൈം സെല്ലുകൾ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ലെങ്കിൽ NIA, CERT-IN എന്നിവ സൈബർ ഭീഷണികളുടെ അന്വേഷണം, നിരീക്ഷണം, പ്രതികരണം എന്നിവയ്ക്ക് ഉത്തരവാദികളാണ്. മൊത്തത്തിൽ സൈബർ ഭീകരതയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നിയമപരമായ നിലപാട് കർശനവും പ്രതിരോധപരവുമായ സമീപനത്തെ പ്രതിഫലിപ്പിക്കുന്നു. നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ഡിജിറ്റൽ ആക്രമണങ്ങൾ ഭൗതിക ഭീകര പ്രവർത്തനങ്ങൾ പോലെ തന്നെ അപകടകരമാകുമെന്നും അതിനാൽ ശക്തമായ നിയമങ്ങളും നടപ്പാക്കലും ആവശ്യമാണെന്നും ഊന്നിപ്പറയുന്നു. അതുപോലെ തന്നെ എടുത്തു പറയാവുന്ന ഒന്നാണ് ഇൻ്റലക്ച്വൽ ടെററിസം. തെറ്റായ വിവരങ്ങൾ, പ്രചാരണം, വ്യാജവാർത്തകൾ, തിരഞ്ഞെടുത്ത ചരിത്രം, വൈകാരിക കൃത്രിമം എന്നിവയിൽ ഇത് തഴച്ചു വളരുന്നു. ഭൗതിക ഭീകരവാദം ഭൗതിക ആക്രമണമല്ല, അത് യുക്തിസഹമായ ചിന്തയെ ആക്രമിക്കുന്നു. ആക്രമണം ന്യായീകരിക്കപ്പെടുന്നുവെന്നും മറ്റുള്ളവർ ശത്രുക്കളാണെന്നും വിമർശനാത്മക ചിന്തകൾ വഞ്ചനയാണെന്നും ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇൻ്റലക്ച്വൽ ടെററിസത്തിൻ്റെ ശക്തമായ ഉപകരണമായി സോഷ്യൽ മീഡിയ മാറിയിരിക്കുന്നു. റാഡിക്കൽ കണ്ടൻറ്റ് യഥാർത്ഥ വസ്തുതകളെക്കാൾ വേഗത്തിൽ വ്യാപിക്കുന്നു. ആളുകൾ ചോദ്യം ചെയ്യുന്നത് അവസാനിപ്പിക്കുകയും അന്ധമായി വിശ്വസിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഭൗതിക ഭീകരവാദം വിജയിക്കുന്നു. വിദ്വേഷവും മനുഷ്യത്വരഹിതവൽക്കരണവും സാധാരണ നിലയിലാക്കിക്കൊണ്ട് ഈ തരത്തിലുള്ള ഭീകരവാദം ശാരീരിക അക്രമത്തിന് അടിത്തറവാകുന്നു. ഇൻ്റലക്ച്വൽ ടെററിസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ പ്രതിഭാസത്തെക്കുറിച്ച് സമൂഹത്തിന് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ പൊതുബുദ്ധിജീവികളിൽ ഒരാളാണ് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി. സാമ്പത്തിക ശാസ്ത്രജ്ഞനും നിയമജ്ഞനും പാർലമെൻറ്റേറിയനുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ദീർഘകാല കാഴ്ചപ്പാടുകളനുസരിച്ച് ഭൗതിക ഭീകരവാദം ശാരീരിക ഭീകരതയേക്കാൾ അപകടകരമാണ്. കാരണം അത് ഒരു ആയുധത്തിൻ്റെയും ആവശ്യമില്ലാതെ രാഷ്ട്രത്തെ ഉള്ളിൽ നിന്നും ദുർബലപ്പെടുത്തുന്നു. വിയോജിപ്പുള്ള ശബ്ദങ്ങളെ ദേശവിരുദ്ധർ അല്ലെങ്കിൽ പിന്തിരിപ്പൻ എന്ന് മുദ്രകുത്തി സർവകലാശാലകൾ, മാധ്യമവേദികൾ, അക്കാദമിക് വ്യവഹാരങ്ങൾ, പൊതുജന അഭിപ്രായം എന്നിവയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇത് ശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ സ്വതന്ത്ര ചിന്തയെ
പ്രത്യയശാസ്ത്രപരമായ അനുരൂപത്താൽ മാറ്റിസ്ഥാപിക്കുമ്പോൾ സമൂഹം മാനസികമായി കോളനിവൽക്കരിക്കപ്പെടുന്നു. അത് ഉപരിതലത്തിൽ ജനാധിപത്യമാണെന്ന് തോന്നിച്ചാൽ ഡോക്ടർ സ്വാമി ഊന്നിപ്പറഞ്ഞ ഒരു പ്രധാന ആശയം പ്രകോപനങ്ങളിൽ ഭൗതിക ഭീകരവാദം തഴച്ചു വളരുന്നു. ചില അക്രമ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടപ്പെടുന്നു. മറ്റുള്ളവ പ്രത്യയശാസ്ത്രപരമായ സൗകര്യത്തെ ആശ്രയിച്ച് കുറയ്ക്കുകയോ ന്യായീകരിക്കുകയോ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ തെരഞ്ഞെടുത്ത ധാർമ്മിക ചട്ടക്കൂട് വസ്തുനിഷ്ഠത നഷ്ടപ്പെടാൻ സമൂഹത്തെ പരിശീലിപ്പിക്കുന്നു. പ്രത്യയശാസ്ത്ര ഫിൽട്ടറുകളിലൂടെ സത്യം കാണാൻ ആളുകൾ നിർബന്ധിതരാകുമ്പോൾ യുക്തിസഹമായ സംവാദം തകരുകയും വൈകാരിക കൃത്രിമത്വം അതിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഡോക്ടർ സ്വാമി ഭൗതിക ഭീകരവാദമെന്നത് ചരിത്രത്തെ വളച്ചൊടിക്കലുമായി ബന്ധിപ്പിക്കുന്നു. ചില പ്രത്യയശാസ്ത്രങ്ങളെ മഹത്വപ്പെടുത്തുന്നതിനോ മറ്റുള്ളവരെ പൈശാചികവൽക്കരിക്കുന്നതിനോ ചരിത്രപരമായ വസ്തുതകൾ തിരുത്തി എഴുതുകയോ അടിച്ചമർത്തുകയോ ചെയ്യുന്നത് മാനസിക യുദ്ധത്തിൻ്റെ ഒരു രൂപമാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. തലമുറകളെ ചരിത്രത്തിൻ്റെ അപൂർണമോ പക്ഷപാതപരമോ ആയ ഒരു പതിപ്പ് പഠിപ്പിക്കുമ്പോൾ അവർക്ക് നാഗരികതയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. ഇത് സമൂഹങ്ങളെ തീവ്രവാദത്തിനും ബാഹ്യ സ്വാധീനത്തിനും ഇരയാക്കുന്നുവെന്ന് അദ്ദേഹം വാദിക്കുന്നു. ഡോക്ടർ സ്വാമി എടുത്തു കാണിച്ച മറ്റൊരു പ്രധാന വംശഭാഷയുടെ ആയുധവൽക്കരണമാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഫാസിസ്റ്റ്, ഭൂരിപക്ഷവാദി അല്ലെങ്കിൽ ദേശീയവാദി തുടങ്ങിയ വാക്കുകൾ വിശകലന പദങ്ങളായിട്ടില്ല, മറിച്ച് സംവാദത്തെ നിശബ്ദമാക്കാനുള്ള ഉപകരണങ്ങളായി മനഃപൂർവ്വം ഉപയോഗിക്കുന്നു. യഥാർത്ഥ ലിബറലിസം സംവാദത്തെയും ബഹുസ്വരതയെയും പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഭൗതിക ഭീകരവാദം പ്രത്യയശാസ്ത്രപരമായ അനുസരണം ആവശ്യപ്പെടുന്നുവെന്ന് അദ്ദേഹം വാദിക്കുന്നു. ഡോക്ടർ സ്വാമിയുടെ അഭിപ്രായത്തിൽ മോശം ആശയങ്ങൾ വിമർശനങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുമ്പോൾ അവ അക്രമാസക്തമായ തീവ്രവാദത്തേക്കാൾ അപകടകരമാകും. കാരണം അവയുടെ കേടുപാടുകൾ മന്ദഗതിയിലുള്ളതും വ്യവസ്ഥാപിതവും സാധാരണവുമാണ്. ഭരണഘടനാപരമായ വീക്ഷണകോണിൽ അനൗപചാരിക സെൻസർഷിപ്പ് സൃഷ്ടിച്ചുകൊണ്ട് ഭൗതിക ഭീകരവാദം ആർട്ടിക്കിൾ 19 പ്രകാരം അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ദുർബലപ്പെടുത്തുന്നു എന്നതാണ് ഡോക്ടർ സ്വാമിയുടെ പ്രധാന ആശങ്ക. പൊതുജന അവബോധത്തിനായി ഡോക്ടർ സ്വാമിയുടെ ചിന്തയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഇതാണ്. സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള ധൈര്യം നഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രം എല്ലാത്തരം തീവ്രവാദത്തിനും ഇരയാകുന്നു. ശാരീരിക ഭീകരവാദം ശരീരങ്ങളെ കൊന്നേക്കാം, പക്ഷേ ഭൗതിക ഭീകരവാദം യുക്തിയെയും സന്തുലിതാവസ്ഥയെയും ദേശീയ ആത്മവിശ്വാസത്തെയും കൊല്ലുന്നു. യുക്തി മരിച്ചു കഴിഞ്ഞാൽ അക്രമത്തെ ന്യായീകരിക്കാൻ എളുപ്പമാവും. ഭൗതിക ഭീകരതയെ ചെറുക്കാൻ നിർഭയമായ സംവാദം, വസ്തുതകളിൽ ശക്തമായ അടിത്തറ, ചരിത്രപരമായ അവബോധം, ഭരണഘടനാപരമായ ആത്മവിശ്വാസം എന്നിവ ഉണ്ടാക്കേണ്ടതാണ്. വിയോജിപ്പ് അവിശ്വസ്തത അല്ലെന്നും ആഖ്യാനങ്ങളെ ചോദ്യം ചെയ്യുന്നത് തീവ്രവാദമല്ലെന്നും അദ്ദേഹം ഊന്നിപ്പറയുന്നു. വാസ്തവത്തിൽ വിയോജിപ്പ് സഹിക്കാൻ കഴിയാത്ത ഒരു സമൂഹം ഇതിനകം തന്നെ സ്വേച്ഛാധിപത്യ ചിന്തയുടെ പാതയിലാണ്. ഇപ്പോൾ നമുക്ക് അപൂർവമായി മാത്രം സംസാരിച്ച് കാണുന്ന എന്നാൽ വളരെ അപകടകരമായ ഒരു ആശയം ചർച്ച ചെയ്യാം. മാത്തമാറ്റിക്സ് ഓഫ് ടെററിസം. തീവ്രവാദം മാനുഷിക വികാരങ്ങളോട് തണുപ്പൻ ചിന്താഗതിയാണ് പിന്തുടരുന്നത്. തീവ്രവാദികൾ അവർക്കുണ്ടാകുന്ന ചെലവും അതിനുണ്ടാക്കാൻ കഴിയുന്ന ആഘാതവും കണക്കാക്കുന്നു. ഒരു ചെറിയ നിക്ഷേപം മാത്രമാണ് ചിലപ്പോൾ നടക്കുന്നതെങ്കിലും തന്ത്രപരമായി ലക്ഷ്യമിടുമ്പോൾ പൊതുജനങ്ങൾക്കും രാഷ്ട്രത്തിനും അത് വലിയ നാശത്തിന് കാരണമാകും. മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെയും വ്യാപിപ്പിക്കുന്ന ഒരൊറ്റ ആക്രമണത്തിന് ദശലക്ഷങ്ങളെ ഭയപ്പെടുത്താൻ കഴിയും. തീവ്രവാദ ഗ്രൂപ്പുകൾ സമയം, സ്ഥാനം, പ്രതീകാത്മകത, മാധ്യമ കവറേജ് എന്നിവ ഭയപ്പെടുത്തുന്ന കൃത്യതയോടെ കണക്കാക്കുന്നു. ഭയം ഒരിക്കൽ വർദ്ധിക്കുകയാണെങ്കിൽ നിക്ഷേപത്തിൽ നിന്നുള്ള അവരുടെ ഏറ്റവും വലിയ വരുമാനമായി മാറുന്നു. രാഷ്ട്രീയ അസ്വസ്ഥത, സാമ്പത്തിക അസമത്വം, സാമൂഹിക അനീതി, ദുർബലമായ ഭരണം മുതലായവ നിൽക്കുന്നിടത്ത് തീവ്രവാദം തഴച്ചു വളരുന്നുവെന്ന്
സ്ഥിതിവിവരക്കണക്കുകൾ കാണിക്കുന്നു. ദേശീയ സുരക്ഷയ്ക്ക് വെല്ലുവിളിയുണ്ടെന്ന് കരുതുന്ന പ്രവർത്തനങ്ങളിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് ഇന്ത്യൻ സുരക്ഷയുടെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെയും പരിശോധനയ്ക്ക് വിധേയമായ ഒരു സംഘടനയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ (PFI). തീവ്രവാദം, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, രഹസ്യ ശൃംഖലകൾ സൃഷ്ടിക്കൽ എന്നിവയുമായി ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരോധിത സംഘടനയായി ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഭരണത്തിൻ്റെയും നിയമപരമായ മേൽനോട്ടത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. ഇസ്ലാമിക നിയമപ്രകാരം മതപരമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്ന സ്വത്തിനെയാണ് വഖഫ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഇത് നിയമാനുസൃതമായ വഖഫ് ബോർഡുകളാണ് നിയന്ത്രിക്കുന്നത്. മിക്ക വഖഫ് സ്ഥാപനങ്ങളും നിയമപരമായി പ്രവർത്തിക്കുമ്പോൾ തെറ്റായ നടത്തിപ്പ്, നിയമവിരുദ്ധ അധിനിവേശം, സുതാര്യതയുടെ അഭാവം എന്നിവയെക്കുറിച്ച് അധികാരികൾ ഇടയ്ക്കിടെ ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട്. നിയമപരമായ കാഴ്ചപ്പാടിൽ ഉത്തരവാദിത്തം ഉറപ്പാക്കുക, ശരിയായ ഭരണം, നിയമവിരുദ്ധമോ ചാരിറ്റബിൾ അല്ലാത്തതോ ആയ പ്രവർത്തനങ്ങൾക്കായി അത്തരം സ്വത്തുക്കൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മറഞ്ഞിരിക്കുന്ന തീവ്രവാദ ശൃംഖലകളെ തിരിച്ചറിയാനും നശിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള നിയമനിർവഹണ പ്രവർത്തനത്തിൻ്റെ ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ. അത്തരം പ്രവർത്തനങ്ങൾ സാധാരണയായി ഇൻ്റലിജൻസ് നയിക്കുന്നവയാണ്. തീവ്രവാദം തടയുക, സംശയാസ്പദമായ ഫണ്ടിംഗ് ചാനലുകൾ ട്രാക്ക് ചെയ്യുക, അക്രമത്തിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് സംഘടിത പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യൻ ഏജൻസികൾ സ്വീകരിച്ച പ്രതിരോധ സമീപനത്തെ എടുത്തു കാണിക്കുന്നു. അവിടെ ഒരു കുറ്റകൃത്യത്തിന് ശേഷമുള്ള ശിക്ഷയ്ക്ക് മാത്രമല്ല, ഭീഷണികൾ നേരത്തെ കണ്ടെത്തുന്നതിനും നിർവീര്യമാക്കുന്നതിനും ഊന്നൽ നൽകുന്ന സ്ലീപ്പർ സെല്ലുകൾ എന്ന ആശയം ദേശീയ സുരക്ഷാ വ്യവഹാരത്തിൽ പ്രത്യേകിച്ചും പ്രാധാന്യമർഹിക്കുന്നു. സാധാരണ ജീവിതം നയിക്കുന്നതായി തോന്നുന്ന, എന്നാൽ നിയമവിരുദ്ധമോ തീവ്രവാദപരമോ ആയ പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമുള്ളപ്പോൾ മാത്രം രഹസ്യമായി ഉപദേശിക്കുകയും സജീവമാവുകയും ചെയ്യുന്ന വ്യക്തികളാണ് സ്ലീപ്പർ സെല്ലുകളിൽ ഉൾപ്പെടുന്നത്. പ്രത്യക്ഷമായ ആശയവിനിമയം ഒഴിവാക്കുകയും ദീർഘകാലത്തേക്ക് നിശബ്ദമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനാൽ ഈ സെല്ലുകൾ കണ്ടെത്താൻ പ്രയാസമാണ്. അത്തരം മറഞ്ഞിരിക്കുന്ന ശൃംഖലകൾ ഉയർത്തുന്ന അപകടത്തെ ഇന്ത്യൻ സുരക്ഷാ നിയമങ്ങൾ തിരിച്ചറിയുന്നു. അതിനാലാണ് കർശനമായ നിരീക്ഷണം, രഹസ്യാന്വേഷണ ശേഖരണം, പ്രതിരോധ തടങ്കൽ നിയമങ്ങൾ എന്നിവ അവയെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്നത്. ഭീകരതയുടെ വിനാശകരമായ വ്യാപ്തിയെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ചില യാഥാർത്ഥ സംഭവങ്ങൾ നോക്കാം. 1. കർത്താർ സിംഗ് വേഴ്സസ് പഞ്ചാബ് സ്റ്റേറ്റ് 1994. 1987 ടെററിസ്റ്റ് ആൻഡ് ഡിസറപ്റ്റീവ് ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ടാഡയുടെ ഭരണഘടനാ സാധുത കൈകാര്യം ചെയ്യുന്ന ഏറ്റവും ആധികാരികമായ വിധിന്യായങ്ങളിലൊന്നാണ് ഭീകരവാദം. ദേശീയ സമഗ്രതയ്ക്കും പരമാധികാരത്തിനും ഗുരുതരമായ ഭീഷണിയാണെന്നും അതിനെ നേരിടാൻ അസാധാരണമായ നിയമങ്ങൾ ന്യായീകരിക്കാമെന്നും സുപ്രീം കോടതി വിലയിരുത്തി. എന്നിരുന്നാലും കർശനമായ ഭീകരവിരുദ്ധ നിയമങ്ങൾ ഭരണഘടനാപരമായ സുരക്ഷയ്ക്കുള്ളിൽ പ്രവർത്തിക്കണമെന്നും അടിച്ചമർത്തലിൻ്റെ ഉപകരണങ്ങളായി മാറാൻ കഴിയില്ലെന്നും കോടതി ഊന്നിപ്പറഞ്ഞു. ദേശീയ സുരക്ഷയും വ്യക്തിസ്വാതന്ത്ര്യവും തമ്മിലുള്ള സൂക്ഷ്മമായ സന്തുലിത അവസ്ഥയാണ് വിധി എടുത്തു കാണിക്കുന്നത്. തീവ്രവാദം ശക്തമായ നിയമങ്ങൾ ആവശ്യപ്പെടുന്നു, പക്ഷേ ഭരണഘടനാ മൂല്യങ്ങളുടെ ചെലവിലല്ല. 2. ഹിതേന്ദ്ര വിഷ്ണു താക്കൂർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര 1994. ഈ കേസ് ഭീകരവിരുദ്ധ നിയമങ്ങളുടെ കർശനമായ വ്യാഖ്യാനം വ്യക്തമാക്കുന്നു. തീവ്രവാദികളുമായിട്ടുള്ള ബന്ധം മാത്രം പോരാ, വ്യക്തമായ ഉദ്ദേശവും പങ്കാളിത്തവും ഉണ്ടായിരിക്കണമെന്ന് സുപ്രീം കോടതി വിധിച്ചു. ഭീകരവിരുദ്ധ നിയമനിർമ്മാണം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ കോടതി മുന്നറിയിപ്പ് നൽകുകയും
തീവ്രവാദത്തെ നേരിടുമ്പോൾ പോലും നടപടിക്രമപരമായ സുരക്ഷാ സംവിധാനങ്ങൾ അനിവാര്യമാണെന്ന് ഊന്നിപ്പറയുകയും ചെയ്തു. 3. പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് PUCL വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2004. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളുടെ മറവിൽ വ്യാജ ഏറ്റുമുട്ടലുകളും നിയമവിരുദ്ധ കൊലപാതകങ്ങളും ഈ കേസ് കൈകാര്യം ചെയ്തു. നിയമവാഴ്ച ഉപേക്ഷിച്ച് തീവ്രവാദത്തിനെതിരെ പോരാടാൻ സംസ്ഥാനത്തിന് കഴിയില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. തീവ്രവാദികൾക്ക് പോലും ഉചിതമായ നടപടിക്രമത്തിന് അർഹതയുണ്ട്. ഏതൊരു കൊലപാതകവും സ്വതന്ത്രമായി അന്വേഷിക്കണം എന്ന് ഊന്നിപ്പറയുന്നു. 4. സ്റ്റേറ്റ് NTC ഓഫ് ഡൽഹി വേഴ്സസ് നവജോത് സിദ്ധു പാർലമെൻറ്റ് ആക്രമണ കേസ് 2005. ഇന്ത്യയിലെ ഏറ്റവും ഗുരുതരമായ ഭീകര ആക്രമണങ്ങളിലൊന്നായ 2001 ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമണത്തിൽ നിന്നാണ് ഈ സുപ്രധാന കേസ് ഉയർന്നു വന്നത്. ഗൂഢാലോചന, സാഹചര്യ തെളിവുകൾ, തീവ്രവാദ കേസുകളിലെ ഇലക്ട്രോണിക് തെളിവുകൾ എന്നിവ സുപ്രീം കോടതി പരിശോധിച്ചു. വ്യക്തികളെ മാത്രമല്ല, ജനാധിപത്യത്തിന് നേരെയുള്ള ആക്രമണമായാണ് തീവ്രവാദത്തെ കോടതി അംഗീകരിച്ചത്. 5. മുഹമ്മദ് അജ്മൽ അമീർ കസബ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര 2012. മുംബൈ ഭീകരാക്രമണ കേസ്. ഏറ്റവും മോശമായ തീവ്രവാദ കുറ്റകൃത്യങ്ങൾക്ക് പോലും ഉചിതമായ നടപടിക്രമങ്ങളോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഈ കേസ് പ്രകടമാക്കുന്നു. ധാരാളം തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും കസബിന് പൂർണ്ണമായ നിയമപ്രാതിനിധ്യം ന്യായമായ വിചാരണയും നൽകി. നീതിയുക്തമായ വിചാരണയാണ് നീതിയുടെ മൂലക്കല്ലെന്നും അത് നിഷേധിക്കുന്നത് തീവ്രവാദ ആഖ്യാനത്തെ ശക്തിപ്പെടുത്തുമെന്നും സുപ്രീം കോടതി പ്രസ്താവിച്ചു. 6. അരൂപ് ഭൂയാൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് അസം 2011. ഭൗതികവും പ്രത്യയശാസ്ത്രപരവുമായ ഭീകരത മനസ്സിലാക്കുന്നതിന് ഈ കേസ് നിർണായകമാണ്. സജീവമായ പങ്കാളിത്തമോ അക്രമത്തിന് പ്രേരിപ്പിക്കലോ ഇല്ലെങ്കിൽ നിരോധിത സംഘടനയിൽ അംഗത്വം നേടുന്നത് കുറ്റകരമല്ലെന്ന് സുപ്രീം കോടതി വിധിച്ചു. ചിന്തയുടെയും അഭിപ്രായ പ്രകടനത്തിൻ്റെയും സ്വാതന്ത്ര്യം കോടതി സംരക്ഷിച്ചു. 7. NIA വേഴ്സസ് സഹൂർ അഹമ്മദ് ഷാ വഡാലി 2019. ഈ കേസ് അൺലാഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് UAPAയ്ക്ക് കീഴിലുള്ള കർശനമായ ജാമ്യ വ്യവസ്ഥകളെ ശക്തിപ്പെടുത്തി. ജാമ്യഘട്ടത്തിൽ തെളിവുകൾ വിശദമായി പരിശോധിക്കാതെ കോടതികൾ പ്രോസിക്യൂഷനെ വസ്തുതകളെ ആശ്രയിക്കണമെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഇത് ഭീകരതയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ ഗൗരവത്തെ പ്രതിഫലിപ്പിക്കുന്നു. 8. യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് KA നജീബ് 2021. വ്യക്തിപരമായ സ്വാതന്ത്ര്യവും ദേശീയ സുരക്ഷയും സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കേസ്. UAPA പ്രകാരം പോലും വിചാരണയില്ലാതെ ദീർഘകാലം തടവിലാക്കുന്നത് ആർട്ടിക്കിൾ 21 ലംഘനമാണെന്ന് സുപ്രീം കോടതി വിലയിരുത്തി. തീവ്രവാദ കേസുകൾക്ക് അനിശ്ചിതകാല തടങ്കലിനെ ന്യായീകരിക്കാൻ കഴിയില്ല. 9. AK റോയ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1982. പ്രതിരോധ തടങ്കലുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഈ കേസ് തീവ്രവാദ നിയമശാസ്ത്രത്തിന് പ്രസക്തമാണ്. പ്രതിരോധ തടങ്കൽ സ്വാതന്ത്ര്യത്തിന്മേലുള്ള ഗുരുതരമായ കടന്നുകയറ്റമാണെന്നും അത് ജാഗ്രതയോടെ നടപ്പാക്കണമെന്നും കോടതി വിലയിരുത്തി. 10. ഇൻ്റർനാഷണൽ പെർസ്പെക്റ്റീവ് വേഴ്സസ് സ്റ്റേറ്റ് സെക്രട്ടറി ഫോർ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് UK HL 56. തീവ്രവാദികളെന്ന് സംശയിക്കുന്നവരെ വിചാരണയില്ലാതെ അനിശ്ചിതകാലത്തിലേക്ക് തടങ്കലിൽ വയ്ക്കുന്നത് മനുഷ്യാവകാശങ്ങളുമായി പൊരുത്തപ്പെടില്ലെന്ന് ഹൗസ് ഓഫ് ലോർഡ്സ് വിലയിരുത്തി. ഹൗസ് ഓഫ് ലോർഡ്സ് എന്നത് 670-ലധികം നിയമിത ലൈഫ് പിയറുകളും 92 പാരമ്പര്യ പിയറുകളും 26 ബിഷപ്പ്മാരും ലോർഡ്സ് സ്പിരിച്വൽ ഉൾപ്പെടുന്ന UK പാർലമെൻറ്റിൻ്റെ സ്വതന്ത്ര ഉപരിസഭയാണ്. വെസ്റ്റ് മിനിസ്റ്റർ കൊട്ടാരത്തിൽ ആസ്ഥാനമാക്കി ഇത് നിയമനിർമ്മാണങ്ങൾ പരിശോധിക്കുകയും സർക്കാർ നടപടികളെ ചോദ്യം ചെയ്യുകയും പൊതുനയം അന്വേഷിക്കുകയും ചെയ്യുന്നു. തീവ്രവാദത്തിനെതിരെ അതിർത്തികളിലും തെരുവുകളിലും മാത്രമല്ല കോടതി മുറികളിലും പോരാടുന്നുവെന്ന ഈ വിധിന്യായങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നീതി സമർപ്പിക്കാതെ ഭീകരതയ്ക്കെതിരെ പോരാടാനുള്ള കഴിവാണ് ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ ശക്തി. പൊതുഗതാഗതം, വിപണികൾ, ആരാധനാലയങ്ങൾ,
വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരായ ഏകോപിത ആക്രമണങ്ങൾ മുതൽ തീവ്രവാദം ദൈനംദിന ജീവിതത്തെ വളരെയധികം ദുഷ്കരമാക്കുന്നു. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ തീവ്രവാദം ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരായ കുറ്റകൃത്യമാണെന്ന് ഊന്നിപ്പറയേണ്ടത് പ്രധാനമാണ്. നിയമപാലകരുടെയും രഹസ്യ അന്വേഷണ ഏജൻസികളുടെയും പങ്ക് നിർണായകമാണ്. എന്നാൽ ഭീകരവാദത്തിനെതിരായ പോരാട്ടം അവരുടെ മാത്രം ഉത്തരവാദിത്തമല്ല. സമൂഹവും ഒരുപോലെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. കുടുംബങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മതനേതാക്കൾ, മാധ്യമങ്ങൾ, പൗരസമൂഹം എന്നിവ പ്രതിരോധത്തിൻ്റെ ആദ്യ നിരയായി പ്രവർത്തിക്കണം. തീവ്രവൽക്കരണത്തിൻ്റെ ആദ്യകാല ലക്ഷണങ്ങളായ തീവ്രമായ ഒറ്റപ്പെടൽ, അസഹിഷ്ണുത, അക്രമാസക്തമായ പ്രത്യയശാസ്ത്രങ്ങളോടുള്ള അഭിനിവേശം എന്നിവയെ സംഭാഷണം, കൗൺസിലിംഗ്, കമ്മ്യൂണിറ്റി ഇടപെടൽ എന്നിവയിലൂടെ അഭിസംബോധന ചെയ്യണം. ഭീകരവാദത്തിനെതിരെ പോരാടുന്നതിന് ആയുധങ്ങളെക്കാൾ കൂടുതൽ ജ്ഞാനം ആവശ്യമാണ്. നിയമങ്ങളെക്കാൾ കൂടുതൽ അതിന് നീതി ആവശ്യമാണ്. നിരീക്ഷണത്തെക്കാൾ അതിന് സാമൂഹിക ഐക്യം ആവശ്യമാണ്. ഓരോ പൗരനും ഒരു പങ്കുണ്ട്. അറിവോടെ ഇരിക്കുക, വിദ്വേഷം നിരസിക്കുക, തെറ്റായ പ്രചരണങ്ങളെ ചോദ്യം ചെയ്യുക, ഭയത്തിനെതിരെ ഐക്യത്തോടെ നിൽക്കുക. ഓർക്കണം, ഭയം നമ്മെ ഭിന്നിപ്പിക്കുമ്പോൾ മാത്രമേ തീവ്രവാദം വിജയിക്കുള്ളൂ. അറിവ് നമ്മെ ശാക്തീകരിക്കുന്നു. തീവ്രവാദത്തെ അഭിമുഖീകരിക്കുന്ന നിശബ്ദത ഒരിക്കലും നിഷ്കർഷമല്ല. ഉത്തരവാദിത്തമുള്ള പൗരന്മാരും നിയമവിദഗ്ധരും എന്ന നിലയിൽ തീവ്രവാദത്തോട് പ്രതികരിക്കുക മാത്രമല്ല, മനസ്സും നിയമങ്ങളും മനുഷ്യത്വവും ശക്തിപ്പെടുത്തിക്കൊണ്ട് അത് തടയുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ കടമ. ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ കമൻ്റായി ചോദിക്കാവുന്നതാണ്. സപ്പോർട്ടിന് നന്ദി. നമസ്കാരം.